ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്നതും ഏറ്റവും നല്ലതുമായ മ്യൂച്വൽ ഫണ്ട് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടാണോ അതോ ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടാണോ? എൻ്റെ പേര് അരുൺ. ഞാൻ ഇവിടെ കൊല്ലം കരുനാഗപ്പള്ളിക്കാരനാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിനെ കുറിച്ചും ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിനെ കുറിച്ചുമുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീട്ടിലേക്ക് പോവാം. 2010 സെപ്റ്റംബർ 16 നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിന്റെ റെഗുലർ പ്ലാൻ ലോഞ്ച് ചെയ്തത്. 2013 ജനുവരി 1 നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിന്റെ ഡയറക്റ്റ് പ്ലാൻ ലോഞ്ച് ചെയ്തത്. അതേസമയം ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിനെ നോക്കുകയാണെങ്കിൽ 1996 ഒക്ടോബർ 29 ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ട് ലോഞ്ച് ചെയ്തത്. 2013 ജനുവരി 1 ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിന്റെ ഡയറക്റ്റ് പ്ലാൻ ലോഞ്ച് ചെയ്തത്. നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിന്റെ ഫണ്ട് മാനേജർ സെമി റാജ് ആണ്. 2017 ജനുവരി മുതൽ ഈ ഫണ്ടിൽ അദ്ദേഹമുണ്ട്. ഏകദേശം എല്ലാം കൂടി 32 വർഷത്തെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിന്റെ ഫണ്ട് മാനേജർ 3 പേരാണ്: അങ്കിത് പാണ്ഡെ, വ്യാസവ് ഷേഗൽ, സജീവ് ശർമ്മ. സജീവ് ശർമ്മയ്ക്ക് 17 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ അങ്കിത് പാണ്ഡെ, വ്യാസവ് ഷേഗൽ ഇവർക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വളരെ നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിന്റെ ഫണ്ട് സൈസ് നോക്കുകയാണെങ്കിൽ 60,999 കോടിയാണ്. ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിന്റെ ഫണ്ട് സൈസ് നോക്കുകയാണെങ്കിൽ 25,534 കോടിയാണ്. സ്മാൾ ക്യാപ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഫണ്ട് സൈസ് കുറഞ്ഞ സ്മാൾ ക്യാപ് ഫണ്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിന്റെ NAV വാല്യൂ നോക്കുകയാണെങ്കിൽ 202.92 ആണ്. മിനിമം SIP എമൗണ്ട് 100 രൂപ മുതൽ നിങ്ങൾക്ക് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിന്റെ NAV വാല്യൂ നോക്കുകയാണെങ്കിൽ 304.38 ആണ്. മിനിമം SIP എമൗണ്ട് 1000 രൂപ മുതൽ ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.65% ആണ്. ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.64% ആണ്. ഈ രണ്ട് ഫണ്ടിന്റെയും എക്സിറ്റ് ലോഡ് വരുന്നത് ഒരു വർഷത്തിന് മുമ്പ് റെഡീം ചെയ്യുകയാണെങ്കിൽ 1% എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടി വരും. നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിന്റെയും ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിന്റെയും ടാക്സ് നോക്കുകയാണെങ്കിൽ ഒരു വർഷം മുമ്പ് റെഡീം ചെയ്യുകയാണെങ്കിൽ 20% ടാക്സ് കൊടുക്കേണ്ടി വരും. ഒരു വർഷം കഴിഞ്ഞ് 1.25 ലക്ഷത്തിന് മുകളിലാണ് നിങ്ങളുടെ റിട്ടേൺസ് എങ്കിൽ 12.5% നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിന്റെയും ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിന്റെയും ബെഞ്ച് മാർക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്മാൾ ക്യാപ് 250 ടോട്ടൽ റിട്ടേൺസ് ഇൻഡെക്സ് ആണ്. നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിന്റെ ഹോൾഡിംഗ് അനലൈസ് നോക്കുകയാണെങ്കിൽ 95.9% ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡെഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ബാക്കി 4% ക്യാഷിലായി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിന്റെ ഹോൾഡിംഗ് അനലൈസ് നോക്കുകയാണെങ്കിൽ 84.2% ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 0.9% ഡെഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബാക്കി 14.7% ക്യാഷിലായി ഇൻവെസ്റ്റ് ചെയ്യുന്നു. നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിന്റെ സെക്ടർ അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏതെല്ലാം സെക്ടറിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഫൈനാൻഷ്യൽ, കൺസ്യൂമർ, സ്റ്റാംപ്ലെക്സ്, കെമിക്കൽസ്, ക്യാപിറ്റൽ ഗുഡ്സ്, സർവീസസ്, ഹെൽത്ത് കെയർ, കൺസ്ട്രക്ഷൻസ് ആൻഡ് അതർ. ഇനി ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിന്റെ സെക്ടർ അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇവർ ഏതെല്ലാം സെക്ടറിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഫൈനാൻഷ്യൽ, എനർജി, കൺസ്ട്രക്ഷൻസ്, കൺസ്യൂമർ, സ്റ്റാംപ്ലെസ്, സർവീസസ്, ഹെൽത്ത് കെയർ, മെറ്റൽ ആൻഡ് മൈനിങ് ആൻഡ് അതർ. നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 47.65% ആണ്. 3 വർഷത്തെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 31.98% ആണ്. 5 വർഷത്തെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 39.29% വരെ റിട്ടേൺസ് ലഭിക്കാം. അതേസമയം ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിന്റെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 53.98% ആണ്. 3 വർഷത്തെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 32.72% ആണ്. കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 50.76% വരെ റിട്ടേൺസ് ലഭിക്കാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിൽ ഓരോ മാസവും 5000 രൂപ വീതം 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 3 ലക്ഷം രൂപയാണ്. പിന്നീട് നിങ്ങൾക്ക് ഈ 5 വർഷം കഴിഞ്ഞ് 7,55,320 രൂപയായി നിങ്ങളുടെ കൈകളിൽ ഈ പൈസ ലഭിക്കുന്നു. ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിൽ നിങ്ങൾ ഓരോ മാസവും 5000 രൂപ വീതം 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 3 ലക്ഷം രൂപയായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഈ 5 വർഷം കഴിഞ്ഞ് 8,96,219 രൂപയായി നിങ്ങളുടെ കൈകളിൽ ഈ പൈസ ലഭിക്കും. ഇവിടെ കൂടുതൽ റിട്ടേൺസ് തരുന്ന ഫണ്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടാണ്. ഇനി നമുക്ക് ഈ 2 ഫണ്ടിന്റെയും റിസ്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ബീറ്റയെ കുറിച്ചും ആൽഫയെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ബീറ്റയെ കുറിച്ചും ആൽഫയെ കുറിച്ചും നമ്മൾ പല വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ആൽഫ ബെഞ്ച് മാർക്ക് സൂചികയെ അപേക്ഷിച്ച് കൂടുതൽ റിട്ടേൺസ് തരാൻ സാധ്യത ഉള്ളതിനെ സൂചിപ്പിക്കുന്നു. ബീറ്റ മോർ ദാൻ 1ൽ കൂടുതലാണ് എങ്കിൽ റിസ്ക് കൂടുതലാണ് എന്നാണ്. ബീറ്റ ലെസ് ദാൻ 1ൽ കുറവാണ് എങ്കിൽ റിസ്ക് കുറവാണ് എന്നാണ്. നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിന്റെ ബീറ്റ ലെസ് ദാൻ 1ൽ കുറവാണ്, 0.80 ആണ്. റിസ്ക് താരതമ്യേന കുറവാണ്. ആൽഫ 8.02 ആണ്. ബെഞ്ച് മാർക്ക് സൂചികയെ അപേക്ഷിച്ച് കൂടുതൽ റിട്ടേൺസ് തരാൻ സാധ്യതയുണ്ട്. അതേസമയം ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിന്റെ ബീറ്റ ലെസ് ദാൻ 1ൽ കുറവാണ്, 0.94 ആണ്. പക്ഷേ നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിന്റെ ബീറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ റിസ്ക് വളരെ ഹൈ ആണ്. ആൽഫ 6.14 ആണ്. ബെഞ്ച് മാർക്ക് സൂചികയെ അപേക്ഷിച്ച് കൂടുതൽ റിട്ടേൺസ് തരാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും കൂടുതൽ ആൽഫ നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിനെ കുറിച്ചും ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിനെ കുറിച്ചും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ക്യോണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.